പാകിസ്ഥാനിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ 10 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട വാർത്തയാണ് ഇതേ കാലത്ത് ഇതേ സമയത്ത് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് ഇതിനോടകം തന്നെ വന്നിട്ടുള്ളത്. ശില്പ ഇപ്പോൾ നമ്മൾക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇതിൻ്റെ വിശദാംശങ്ങളുമായി ചേരും. ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ വാഷിങ്ടണിലെ പാകിസ്ഥാൻ അംബാസഡർ ഇസ്ലാമാബാദിലേക്ക് അയച്ച രഹസ്യ നയതന്ത്ര കത്തിടപാടുകൾ ചോർന്നതാണ് കേസിന് ആധാരമായി പറയുന്നത്. ഏതായാലും പുതിയ സാഹചര്യത്തിൽ ഇമ്രാൻഖാൻ വളരെ ശക്തമായി ഈ പുതിയ സൈനിക നീക്കത്തെയൊക്കെ അന്ന് പ്രതിരോധിച്ച നിലയിൽ നിലപാടെടുത്തതാണ്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഇപ്പോഴത്തെ ഈ നടപടികളിലാകെ കാണുന്നുണ്ടോ? അതിൻ്റെ ഒരു പ്രതികാര നടപടിയായിട്ടാണോ ഈ തടവു ശിക്ഷ വിധിച്ചതിനെയൊക്കെ പൊതുവിൽ കാണുന്നത് ഇമ്രാൻഖാനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും? ശില്പ, ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെയാണ് ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാന് 10 വർഷം തടവ് ശിക്ഷയ്ക്കാണ് വിധിച്ചിരിക്കുന്നത്. ഈ ഔദ്യോഗിക രേഖകൾ, അതായത് US എംബസിക്ക് അയച്ച ഔദ്യോഗിക രേഖകൾ 2022 മാർച്ചിൽ അദ്ദേഹം ഒരു പാർട്ടി റാലിക്കിടെ പരസ്യമാക്കി എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസ്. ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. 10 വർഷത്തെ തടവാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ തോഷാഖാന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ച് വരികയാണ്. 5 വർഷത്തെ ജയിൽ ശിക്ഷയാണ് അദ്ദേഹം ഇപ്പോൾ ഈ തോഷാഖാന കേസിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ലഭിച്ച സമ്മാനങ്ങൾ മറിച്ചുവിറ്റു. അതായത് ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ തോഷാഖാന വകുപ്പിന് കൈമാറണമെന്നാണ്. അതായത് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ലഭിക്കുന്ന ഈ സമ്മാനങ്ങളൊക്കെയും തോഷാഖാന വകുപ്പിനെ കൃത്യമായി അറിയിക്കണം, രേഖാമൂലം അറിയിക്കണമെന്നാണ്. എന്നാൽ അത് ലംഘിച്ചായിരുന്നു ഈ 5 കോടിയോളം വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് ഇമ്രാൻഖാൻ ഈ ഒരു രീതിയിൽ മറിച്ചു വിൽക്കുകയും ഒക്കെ ചെയ്തത്. ആ കേസിനാണ് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ സൈഫർ കേസിൽ അദ്ദേഹം ഇതിന് വീണ്ടും ഈ ഒരു 10 വർഷത്തെ കഠിന തടവിന് വിധിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഫെബ്രുവരി 8-ന് പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു വിധി വന്നതെന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. ഇമ്രാൻഖാനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയാണ്. ഇമ്രാൻഖാനും ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTI ഇന്നലെ എക്സിലൂടെ അടക്കം വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയ നീക്കത്തിലൂടെയാണ്, രാഷ്ട്രീയപരമായ വൈരാഗ്യം തീർക്കാനാണ് ഇത്തരത്തിലൊരു കേസുമായി വന്നിരിക്കുന്നത് എന്നാണ് ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTI ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഏതായാലും കനത്ത പ്രതിഷേധമാണ് പാകിസ്ഥാനിലുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇമ്രാൻഖാനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ശരി, ശില്പയാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ഇമ്രാൻഖാനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന ഷാ മുഹമ്മദ് ഖുറേഷിയുമാണ് 10 വർഷത്തേക്ക് ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ശില്പ നൽകിയിട്ടുള്ളത്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. 10 വർഷത്തേക്കാണ് ഇരുവരെയും ശിക്ഷിച്ചത് കോടതി.